ഈ മാസം 21-ന് തിരുനെല്ലിയിലെത്തിയ കവിതാ പിള്ളയും സഹായി മുഹമ്മദ് അൽത്താസും പ്രദേശത്തെ ആദിവാസി വൈദ്യന്റെ വീട്ടിലേക്ക് പോയിരുന്നത് തിരുനെല്ലി പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെയായിരുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപമുള്ള അംബിക എന്ന ലോഡ്ജിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ഒരു മാസക്കാലമായി പലതവണകളിലായി ഇവർ തിരുനെല്ലിയിലെത്തിയതായാണ് വിവരം. ഈ സമയം മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് 6 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പോലീസ് തിരയുകയായിരുന്നു പ്രതിയെ. ഇവർ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ച് വിമാനത്താവളങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും ലുക്കൌട്ട് നോട്ടീസ് പതിച്ചിരുന്നു. ഈ കാലയളവിൽ തിരുനെല്ലി പോലീസ് സ്റ്റേഷനിലും ലുക്കൌട്ട് നോട്ടീസ് ഇമെയിൽ വഴി എത്തിയിരുന്നതായി പോലീസ് സമ്മതിക്കുന്നു. ഇന്നലെ പത്രങ്ങളിൽ ഇവരുടെ ചിത്രം സഹിതം വാർത്ത പ്രസിദ്ധീകരിച്ചതോടെയാണ് സംശയം തോന്നിയ ചിലർ പോലീസിൽ വിവരമറിയിക്കുന്നത്. വാടക കാറിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് പിടിയിലാകുന്നത്. സ്വന്തം കാർ ഒഴിവാക്കിയാണ് ഇവർ വാടക കാറിൽ തിരുനെല്ലിയിലെത്തിയിരുന്നത്. നാട്ടുചികിത്സ നൽകുന്ന വെള്ളൻ എന്ന ആദിവാസി വൈദ്യന്റെ വീട്ടിൽ ഇവർ വാതരോഗത്തിനുള്ള ചികിത്സയും ഒളിവിലായ ദിവസങ്ങൾ നടത്തിയിരുന്നു. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപമാണ് ഇവർ കഴിഞ്ഞിരുന്ന ലോഡ്ജ് ഉള്ളത്. കവിതയുടെ കൂടെ വേറെയും 2 പേർ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ടെങ്കിലും സഹായിയായ മുഹമ്മദ് അൽത്താസ് മാത്രമേ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് സ്ഥിരീകരണം. ഇയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എസ് വിനേഷ് കുമാർ, വയനാട്, ഇന്ത്യ വിഷൻ.